പ്രിയപ്പെട്ടവരെ, നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ? ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ കൈകൾ കൂടെയുണ്ടെങ്കിൽ, ദൈവം കൈപിടിച്ച് നടത്തിയാൽ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടേയിരിക്കൂ. ദൈവം നടത്തുന്ന പാതയുടെ അവസാനം നന്മയുള്ളതായിരിക്കും. നിങ്ങളിപ്പോൾ ചില കഷ്ടപ്പാടുകളിലൂടെ പോകുന്നുണ്ടാകും. സ്തുതിച്ചുകൊണ്ടേ പോകൂ. യേശു നിങ്ങളുടെ കൂടെ നടക്കുന്നില്ലേ? നിങ്ങളെ തനിച്ചാക്കി മാറിപ്പോയാലേ പേടിക്കേണ്ടതുള്ളൂ. യേശു കൈപിടിച്ച് നടത്തുമ്പോൾ, യേശുവേ, ഞാൻ അങ്ങയുടെ കൂടെ നടക്കുന്നു, അങ്ങന്റെ കൈപിടിച്ച് നടത്തുന്നു, അങ്ങ് നടത്തുന്ന പാത എങ്ങനെയായിരുന്നാലും ഞാൻ സന്തോഷിക്കുമെന്ന് പറയൂ. സന്തോഷമുണ്ടാകും. ഈ ദിവസം ദൈവം നിങ്ങൾക്കൊരു ഉപദേശം തരുന്നു. എന്താണെന്നോ, 41-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അനർത്ഥമുള്ളയൊരു കാര്യം, നിങ്ങൾക്കൊരു വിമോചനം വേണം. എന്തോ ഒരു തിന്മ നടക്കുന്നു. വീട്ടിൽ, ജോലിയിൽ, പഠിപ്പിൽ, ബിസിനസ്സിൽ ആരോ ഒരു തിന്മ ചെയ്യുന്നു. അതിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെടണം. ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് ദൈവം പറയുന്നു. പക്ഷേ നീ ഒന്ന് ചെയ്യണം. അതെന്താണെന്നാൽ, എളിയവരെ നീ ആദരിക്കണം. നാം ഒരു വിമോചനവും അനുഗ്രഹവും പ്രതീക്ഷിക്കുന്നില്ലേ? അപ്പോൾ ദൈവവും നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എളിയവരെ നീ ആദരിക്കണം. അവരെക്കുറിച്ച് നീ ശ്രദ്ധിക്കണം. അവരെ സഹായിക്കണം എന്നാണ് അർത്ഥം. എളിയവര് ജീവിതത്തിൽ തരംതാണ നിലയിൽ ജീവിക്കുന്നവർ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ശരണമില്ലാത്തവർ, വിധവകൾ എന്നിവരെക്കുറിച്ച് കരുതലും അവരെ സഹായിക്കണമെന്ന ചിന്തയും നമുക്കുണ്ടാവണം. വിധവകളോടും എളിയവരോടും ചോദിക്കണം, എങ്ങനെയിരിക്കുന്നു, നന്നായിരിക്കുന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. വലുതായിട്ടൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ നാട്ടിലോ തെരുവിലോ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളവർ, ഒരു വിധവ, പിതാവില്ലാത്ത കുട്ടികൾ, അവരെ ചെറുതായി സഹായിക്കാം. അവരെക്കുറിച്ച് ചിന്തിച്ച് ഒരു കരുതലോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സഹായമെന്നത്. അത് ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കുമത്രേ, അവരെ വിടുവിക്കുമത്രേ. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള എളിയവരെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പാവപ്പെട്ട ദരിദ്രന്മാർ, കൈവിടപ്പെട്ടവര്, നിഷേധിക്കപ്പെട്ടവര്, ആദരവില്ലാത്തവര്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കരുതലോടെ അവരെ സഹായിച്ചാൽ കർത്താവ് നിങ്ങളെ വിടുവിച്ച് അനുഗ്രഹിക്കും. അതുപോലെ പാവപ്പെട്ട ശുശ്രൂഷകന്മാരുമുണ്ട്. ഗ്രാമങ്ങളിൽ അവർ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെക്കുറിച്ച് ചിന്തിച്ച് അവർക്കൊരു ചെറിയ സഹായം, ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അവർ വളരെയധികം സന്തോഷിക്കും. അതാണ് ദൈവം നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനാൽ ദരിദ്രന്മാരായ പാവപ്പെട്ടവര്, പാവപ്പെട്ട ശുശ്രൂഷകര്, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ എങ്ങനെ സഹായിക്കാനാകുമോ സഹായിക്കൂ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ വിടുവിച്ച് വഴി നടത്തും. ഈ വർഷം അങ്ങനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? എളിയവരെ ആരെയെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? ഒരു വിധവയ്ക്ക്, അച്ഛനമ്മമാരില്ലാത്ത മക്കൾക്ക്, ഒരാശ്രയമില്ലാത്തവർക്ക്, ദരിദ്രനായ ഒരു ശുശ്രൂഷകന് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? അങ്ങനെയില്ലെങ്കിൽ അവരെ സഹായിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ ചെയ്യും എന്ന് പറയൂ. ദൈവം നിങ്ങളെ ആശീർവദിക്കും. പറയൂ, യേശുവേ, എളിയവരെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം. അതിനെനിക്ക് കൃപ തരയണമേ. ഞാൻ അങ്ങയുടെ വാക്കിന് കീഴടങ്ങുന്നു, അങ്ങയുടെ വചനപ്രകാരം ജീവിക്കാൻ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ